അവസാനം സൂര്യൻ പൂർണ്ണമായും നശിക്കുന്നുവെന്നുമാണ് ഖുർആൻ പറയുന്നത്. പദങ്ങളുടെ ആവർത്തനം. നാം ഇതുവരെ വീക്ഷിച്ചുകൊണ്ടിരുന്ന ഖുർആനിലെ അത്ഭുതങ്ങൾക്ക് പുറമെ വിസ്മയകരമായ ചില ഗണിതശാസ്ത്ര സവിശേഷതകൾ കൂടിയുണ്ട്. ചില പദങ്ങളുടെ ആവർത്തിച്ചുള്ള പ്രയോഗം ഇതിനൊരു ഉദാഹരണമാണ്. ചില പരസ്പര ബന്ധിതങ്ങളായ പദങ്ങൾ ഒരേ അനുപാതത്തിൽ തന്നെ ഉപയോഗിക്കപ്പെട്ടത് അത്യധികം വിസ്മയകരമാണ്. ചില വാക്കുകളും അതിന്റെ ആവർത്തനങ്ങളും ഇനി നമുക്ക് ശ്രദ്ധിക്കാം. ദിവസം എന്ന പദം 365 തവണയും അതിന്റെ ബഹുവചനമായ ദിവസങ്ങൾ എന്ന പദം 30 തവണയുമാണ് ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത്. ചന്ദ്രൻ എന്ന പദം ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത് 12 തവണയാണ്. ശിക്ഷ എന്ന പദത്തിന്റെ ആവർത്തനം 117 തവണയാണെങ്കിൽ ഖുർആന്റെ ഒരടിസ്ഥാന സ്വഭാവമായ മാപ്പ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ ഇരട്ടിയാണ്. ഇഹലോകം എന്ന പദവും പരലോകം എന്ന പദവും ആവർത്തിച്ചിരിക്കുന്നത് ഒരേ അളവിലാണ്, അതായത് 115 തവണ. 7 ആകാശങ്ങൾ എന്ന പദം 7 തവണ ആവർത്തിക്കപ്പെടുമ്പോൾ ആകാശങ്ങളുടെ സൃഷ്ടിപ്പ് എന്നതും 7 തവണ തന്നെ ആവർത്തിച്ചിരിക്കുന്നു. ഈമാൻ അഥവാ വിശ്വാസം എന്ന പദം ഖുർആനിലുടനീളം ആവർത്തിച്ചിരിക്കുന്നത് 25 തവണയാണ്. സത്യനിഷേധം അഥവാ കുഫ്ർ ഇതേ എണ്ണം തന്നെയാണ്. സകാത്ത് എന്ന പദം 32 തവണയാണെങ്കിൽ അനുഗ്രഹം എന്ന പദവും 32 തവണ തന്നെ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. സന്മാർഗി എന്ന പ്രയോഗം ആവർത്തിച്ചിരിക്കുന്നത് 6 തവണയും ദുർമാർഗി എന്നത് ഇതിന്റെ പകുതി, അതായത് 3 തവണയുമാണ്. മനുഷ്യൻ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് 65 തവണയാണ്. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഘടകങ്ങളെ സംബന്ധിച്ചുള്ള പ്രതിപാദ്യങ്ങളുടെ ആകെത്തുകയും ഇത്ര തന്നെയാണ്. കര, കടൽ,